പഴയ പാട്ട കുപ്പി പാത്രം പ്ലാസ്റ്റിക് പാത്രം കൊടുക്കാണ്ടോ? ആക്രി ആക്രി സൂചി വെക്കാൻ നടക്കുന്നത് ഒരാക്രി കച്ചവടക്കാരന്റെ വീടിന്റെ മുമ്പിൽ വന്നില്ലാതെ എങ്ങനെ വിളിച്ചു പോകുന്നത് മാക്രി. അയ്യോ, എന്റെ ചേട്ടൻ തമിഴ്നാട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തിയേക്കും അവിടെ ജോലി ചെയ്യിക്കാൻ. എന്ത് പ്രയോജനം എന്തോ. என்ன சேச்சி നീ അവിടെ എന്താ ഈ വരുന്നതാ? நான் இந்த இடத்துல வேலையெல்லாம் செய்து என்னோட உடம்பெல்லாம் போயாச்சு. ഈ വീടിന്റെ വാതിൽ ഒരു ചെറിയ വാതിലായിരുന്നു. ഇവൻ ഇങ്ങനെ വളർന്നതിന് ശേഷം ആ വാതിൽ വലുതാക്കിയത്. അവന്റെ ഉടമ്പെല്ലാം അങ്ങ് പോയെന്ന്. ചേട്ടൻ എന്താ ഇങ്ങോട്ട് പറഞ്ഞു? ഇതൊക്കെ അടുക്കി പറക്കി വെക്കാനാണോ പറഞ്ഞത്? முதலாளி பாருங்க வேலையெல்லாம் நான் செய்துட்டு இருக்கு. നീ വേലയെല്ലാം ചെയ്തു. சேச்சி உங்களோட கணவன் யாருன்னு தெரியுமா? சேச்சி என்னோட அப்பாவோட பழைய ஜோலிக்காரன், வேலைக்காரன். ஆமா, நிஜமா. என்னோட சின்ன பிராயத்திலே என்னை அப்பையை ஏமாத்தி என்னை திருடி இந்த இடத்துல கொண்டு வந்து இவனை அடிமையாக வச்சிருக்கு. ஆமா, நான் பெரிய ஆளாயிட்டு வளர்ந்து பெரிய ஆளாயிட்டு நான் பஸ்ஸில் ஏறி நான் ஊருக்கு போகும். അയ്യോ, ഇവൻ ഇനി എന്തോന്ന് വളരാൻ കിടക്കുന്നത്? பெரிய ஆளாகும். ஒரு காரியம் தெரியுமா? நான் வள்ளிய பெரிய நடிகர் திலகம். ஒரு மட்டும் அது நடந்து விட்டா நான் ஆணையிட்டால் அது நடந்து விட்டால் இன்று ஏழைகள் வேதனை படமாட்டான். உள்ளவரை ஒரு துன்பமில்லை, அவர் கண்ணீர் கடலிலே விழமாட்டான். அவர் கண்ணீர் கடலிலே விழமாட்டான். முதலாளி, நான் யாரு? என்னுடைய முதலாளி. இது யாரு? இதுக்கு கொண்டாட்டம் உண்டாக்கிட்டு இருந்தா முதலாளி பொண்டாட்டி. நீ என்னை கூடுதல் உண்டாக்கண்டா. ഇവിടെ എത്രയോ മലയാളി പിള്ളേരുള്ളതാ. നിങ്ങൾ എന്തിനാ ഈ തമിഴനെ ജോലിക്ക് നിർത്തിയേക്കുന്നേ? കൂടുതൽ ജോലി, കുറഞ്ഞ ശമ്പളം. നിങ്ങളുടെ ഈ ഉണക്ക ആക്രിപ്പണി, ഈ ആക്രിപ്പണി കാരണം മനുഷ്യന് വെളിയിൽ ഇറങ്ങി നടക്കാൻ വയ്യ. എന്തൊരു നാണക്കേടാന്നറിയോ? എല്ലാവരും എന്നോട് ചോദിക്കാം ഭർത്താവിന് എന്തോ ജോലി എന്ന്. ആക്രി ഞാൻ ആദ്യം ഒന്നും പറയത്തില്ലായിരുന്നു, ബേക്കറി എന്നായിരുന്നു പറയുന്നത്. പിന്നെ എടുത്ത് ചോദിക്കുമ്പോൾ ആക്രി എന്ന് പറയുന്നത്. നാണക്കേട്. എടി, എന്റെ കല്യാണം ആലോചിച്ചോണ്ട് നിന്റെ വീട്ടിൽ എന്റെ ബ്രോക്കർ വരുമ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം അവിടെ പറഞ്ഞില്ലേ? അന്ന് ഞാൻ ആക്രിയാണ്, നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? ഇപ്പോഴാണ് നിനക്ക് നാണക്കേട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്റെ പൊന്നിയേട്ടാ, ബ്രോക്കർ വന്ന് പറഞ്ഞ എന്തോന്നറിയോ? സ്ക്രാപ്പ് ഡീലർ ആണെന്ന്. ഞാൻ വിചാരിച്ചാണ്ട് വലിയ ഉദ്യോഗസ്ഥനായി സ്ക്രാപ്പ് ഡീലർ എന്ന്. കെട്ടത്തില്ലായിരുന്നു. ഓ, നീ വലിയ വർത്താനൊന്നും പറയണ്ട. നിന്നെ പെണ്ണാണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ നിന്റെ ഒരു അമ്മാവന്റെ മകനുണ്ടല്ലോ, ശിവോണാണോ? ആ ഷിബു എന്നോട് ചോദിച്ചു, എന്ത് ചോദിച്ചു? ചേട്ടനാണോ ഇവളെ കിട്ടുന്നെന്ന്. ഞാൻ പറഞ്ഞു അതെ. ചേട്ടൻ ആക്രി കച്ചവടമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. ഇപ്പൊ അവനൊരു ഒറ്റ ചിരി. അത് കേട്ടത് ആക്രിയാകുമ്പോ പഴയ സാധനങ്ങളെല്ലാം എടുക്കണം. അത് ചേട്ടന്റെ വിധിയാണ്. എനിക്ക് തലവരയില്ല, അത് തന്നെ. നിനക്ക് ഞാൻ തലേ വര ഉണ്ടാക്കി. ഇനി വരി നല്ലൊരു വര ഉണ്ടാക്കി തരാം. എന്റെ തലവര തെളിയുണ്ട്. സമയമില്ല, സീരിയൽ വേണം, ഞാൻ പോവാം. എന്താ കാണാൻ പോകുന്നത്? സീരിയല് പൊന്നിയേട്ട തല്ലുന്നെങ്കിൽ തല്ല. അരി അടുപ്പത്ത് കിടക്കുന്നു, അതൊന്ന് നോക്കാൻ പോണോ എനിക്ക്? ഞാനിപ്പോ അരി മേടിച്ചെത്ര മൊത്തം തീർന്നു പോകുന്നു. അരിയെല്ലാം എടുത്ത് അടുപ്പത്തിൽ വേണം. ഇനി അത് കളക്റ്റിലാക്കിട്ട് എന്നിട്ട് എടുത്ത് അടുപ്പത്ത് വെക്കും കേട്ടോ. ഹലോ ആക്രിക്കാരാ, ഞാൻ ജോക്കി. ഇത് റേഡിയോ. തിരിഞ്ഞു പോയല്ലോ പറഞ്ഞത്. റേഡിയോ ജോക്കി എന്നാണ് ശരിക്കും പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ റേഡിയോ ജോക്കി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇങ്ങനെ നേരിട്ട് ആദ്യമായിട്ട് കാണുന്നതാണ് റേഡിയോ ജോക്കി. സുഖം പണിയാ. ആര് പറഞ്ഞു സുഖം പണിയാന്ന്? മേലനങ്ങാതെ പണി ചെയ്യല്ലേ, ഇഷ്ടം പോലെ പൈസ. സുഖം പണി. നിങ്ങൾക്ക് എന്താ പണി അവിടെ? 4 ബ്ലോക്ക് ഉണ്ടെന്ന് പറയണം, 4 പാട്ട് കൊടുക്കണം, ഒരു ദിവസത്തെ പണി കഴിയും അല്ലേ? അതല്ല, പിന്നെ അത് FM.
ഇത് സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ സിലോണിൽ നിന്ന് കൊണ്ടുവന്ന റേഡിയോ ആയിരുന്നു. 2000 രൂപ മുടക്കി കപ്പലിൽ വന്ന റേഡിയോ ആയിരുന്നു. അതറിയാമോ? ചേട്ടൻ പോയി ഒന്ന് അന്വേഷിച്ച് നോക്കി, ലോകം മുഴുവൻ അന്വേഷിച്ച് നോക്ക്, ഈ റേഡിയോ എങ്ങും കാണത്തില്ല. അതെന്താ? ഈ റേഡിയോ എൻ്റെ ഇരിക്കുമല്ലേ. പഴയ സാധനം എടുക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കോമഡി എടുക്കത്തില്ല, പഴയ സാധനങ്ങൾ എടുക്കത്തുള്ളൂ. അതല്ലല്ലോ, ഞങ്ങളുടെ നാട്ടിൽ ഈ റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ റേഡിയോയിൽ ചലച്ചിത്രഗാനം കേൾക്കാനായിട്ട് ചുറ്റുവട്ടം പെണ്ണുങ്ങൾ വരും. ഇവന്റെ അടുത്ത് ഇങ്ങനെ കൂടി നിൽക്കും, എന്നിട്ട് ഈ പാട്ട് കേൾക്കും. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഒരു പെണ്ണിനെ അടിച്ചു മാറ്റി കെട്ടിയത്. ഓ അത് ശരി. ഓ ഇതിന്റെ ചുറ്റിലും ഒരുപാട് പെണ്ണുങ്ങൾ കൂടിയതാ. അല്ലേ? കൊള്ളാം 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 കൊള്ളാം. അപ്പൊ ഇപ്പൊ എന്താണ് പ്രശ്നം? എന്താണ് ഇതിപ്പോ കേൾക്കുന്നില്ല? കേൾക്കുന്നില്ല. ഇരിക്കട്ടെ, എന്നാന്ന് വെച്ചേക്കതാ. ഇത് 50 രൂപ. അയ്യോ, എന്റെ അച്ഛൻ അവിടുന്ന് കൊണ്ടുവന്നാണ്. 2000 രൂപ മുടക്കുള്ള സാധനമാണ്. ഇതിപ്പോ കേൾക്കുന്നില്ലല്ലോ, ഇതിപ്പോ വേസ്റ്റ് ആയില്ലേ? അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്താണ്? എന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ പൂജാമുറിന്റെ അച്ഛനാണെന്നും പറഞ്ഞ് കൊണ്ടുവരുന്ന സാധനം നിങ്ങളുടെ അച്ഛനെ പോലെ നിങ്ങൾ കരുതുന്ന സാധനമാണ്. പക്ഷെ അതിപ്പോ കേൾക്കുന്നില്ല, അതിപ്പോ വേസ്റ്റ് ആയില്ലേ? ഇത് കൂടുതൽ എനിക്ക് തരാൻ പറ്റില്ല, അത്രേ ഉള്ളൂ കേട്ടോ. आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम्। प्रवाचकः परमानन्दझाः। उत्तरप्रदेशे विधानसभा निर्वाचनानां द्वितीयश्चरणः എന്റെ അച്ഛന്റെ റേഡിയോ ഇതെങ്ങനെ നിന്റെ ആകും? ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതെന്റെ അച്ഛനാണ്. 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 ആ അച്ഛൻ എനിക്ക് വേണം. നിന്റെ അച്ഛൻ ഇവിടെ വരുമ്പോൾ മരിച്ചായിരുന്നു വന്നത്. ഇപ്പൊ ഇതിന് ജീവനുണ്ട്. അപ്പൊ ജീവൻ വെച്ചുകൊണ്ട് കൂലി എനിക്ക് തരണം. കൂലി എത്ര രൂപ? 500 രൂപ തരാമെങ്കിൽ ഇത് തന്നേക്കാം. 500 രൂപ? 500 രൂപ തരണം. അയ്യോ, ഞാൻ 50 രൂപയ്ക്ക് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. 500 രൂപ തരാമെങ്കിൽ ഇത് സാധനം തരാം. 500 രൂപ എന്റെ അച്ഛനെ ഇതാ കൊണ്ടുപോയിക്കോളൂ നിന്റെ അച്ഛനെ. അച്ഛനെ സ്നേഹിക്കുന്നു 3 കുറെ ആൾക്കാരുണ്ട്. രാവിലെ പോയത് ഇരട്ടി കിട്ടി. ഇന്ന് കുളി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിരുന്ന അച്ഛന്റെ വായിന്ന് വയലും വീടും കേൾക്കണം. അച്ഛാ, അച്ഛന്റെ വായിൽ എന്നാ പഴം തിരികെ വെച്ചോണ്ട് എന്നാ ഒരു കാര്യം ചെയ്യും. എന്ത്? 500 അന്നേരം ഇത് വേണ്ട. ഏത് 500? അച്ഛനെ എനിക്ക് വേണ്ട, എടുത്തു. സൂക്ഷിക്കുന്ന ആളല്ലേ? അതെ, അത് എന്റെ ശരിക്കും അച്ഛനല്ല. ശരിക്കും അച്ഛനല്ല. എന്റെ അച്ഛൻ മരിച്ചു പോയപ്പോ എന്റെ അമ്മയുടെ കൂടെ ചുറ്റിപ്പറ്റി കയറിയ ആളായിരുന്നു. അതുകൊണ്ട് ഇത് വേണ്ട. വേണ്ട. 500 എന്നിട്ട് ഇതെനിക്കും വേണ്ട. നിന്റെ അച്ഛൻ മരിച്ചപ്പോൾ നിന്റെ അമ്മയുടെ കൂടെ ചുറ്റിപ്പറ്റി കയറിയ ആളല്ലേ ഇത്? ഇതിന് ഞാൻ മേടിച്ചിട്ട് വേണം എന്റെ അച്ഛൻ മരിക്കുമ്പോൾ ഇവൻ എന്റെ അമ്മയുടെ കൂടെ ചുറ്റിപ്പറ്റിക്കാരാൻ. ഇതെടുത്തിട്ട് എന്തെങ്കിലും താ. ഇതെടുത്തിട്ട് ഇതൊന്നും വേണ്ട, എനിക്ക് ആവശ്യമില്ല. നിങ്ങളെടുത്ത് നിർബന്ധമാണെങ്കിൽ ഞാൻ ഒരു വില തരാം. 25 രൂപ തരാം. 25 രൂപയോ? അതെ. അപ്പൊ ആദ്യം 50 രൂപ ആയിരുന്നല്ലോ. അത് നിന്റെ ഒറിജിനൽ അച്ഛനായിരുന്നു. ഇത് ചുറ്റിപ്പറ്റി കയറി വന്നത്. 25 രൂപ ഉള്ളൂ. വലിയ കഷ്ടം കേട്ടോ. 25 രൂപ. ആദ്യത്തെ എത്ര രൂപ നഷ്ടം നോക്കി. 500 രൂപ എന്റെ കയ്യിൽ നിന്ന് പോയി. 500 കഷ്ടമില്ല. 25 രൂപ. നല്ല കണ്ണേ, ഇനി നീ ഏതാ അവിടെ ഇരുന്നത് കുഴപ്പമാ. അത് അതിന്റെ വേണ്ട രീതിയിൽ ആൾക്കാർ കൈകാര്യം ചെയ്തോളൂ. നല്ല കണ്ണേ, അതാരത്? ആക്കിനെ ചവിട്ടി വളയ്ക്കാനുള്ള മെഷീൻ.
മനസ്സിലായില്ലല്ലേ? മനസ്സിലായോ? ഇല്ല. രാജപ്രതാപവർമ്മ, റിട്ടയർഡ് കേണൽ. റിട്ടയർഡാണല്ലേ? അപ്പൊ പിന്നെ ഈ രാജപ്രതാപം ഒന്നും വേണ്ട, വർമ്മ അത് മതി. നിങ്ങൾ ആ വേണം സംസാരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ആക്രിക്കട നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തോന്നണേ. ഞങ്ങൾ അതിർത്തിയിലേക്ക് വന്നിട്ടുണ്ടല്ലോ, അവിടെ എന്റെ പേര് പറഞ്ഞ കിടുകിടാന്ന് പറയും. അതിർത്തി എന്ന് പറഞ്ഞാൽ എവിടെയാണ്? കാശ്മീര്. അത് പറയ്ക്കും. അതാണ് പറഞ്ഞത്. അത് നിങ്ങളെ പേടിച്ചിട്ടല്ല, അവിടെ തണുപ്പും മഞ്ഞും ഉള്ളതുകൊണ്ട് പറയ്ക്കും. അതാരാരും പറയും. നിങ്ങൾ ഈ ആക്രിക്കട കയറി നിൽക്കുമ്പോ മേലനങ്ങാതെ തിന്നുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ സൈസ് വർത്താൻ പറഞ്ഞത്. ഞങ്ങളിങ്ങനെ പട്ടാളക്കാർ അതിർത്തിയിലുണ്ടല്ലോ 10-20 കിലോകളെ തോക്കെടുത്തോണ്ട് തറപറാന്ന് പറഞ്ഞ വെടി വെച്ച് സത്തർക്കള വീഴ്ത്തണേ. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അറിയാമോ? നിങ്ങൾ ചുമ്മാ മേലനങ്ങാതെ തിന്നുന്നതുകൊണ്ടാണ് വയറും ചാടി ഇങ്ങനെ നിൽക്കുന്നത്. ഞങ്ങളൊക്കെ പണി ചെയ്യുന്നുണ്ടോ? എന്താ പണി ചെയ്യണം? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറ്റിയ പോലെ പണി ചെയ്തിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതിന് പറ്റി എന്നാ പണി ചെയ്യണം? എന്തെങ്കിലും നിന്നിട്ട് എവിടെയെങ്കിലും കിടന്നുറങ്ങിട്ട് യജമാനം വരുമ്പോ പട്ടി പണി ചെയ്യണം. നിങ്ങൾ ഞങ്ങളെ ഇളിപ്പിനാക്കാനാണോ ഇവിടെ തോക്കുമായിട്ട് വന്നേക്കുന്നത്? തോക്കുമായിട്ടല്ല. ഹലോ കോണല്ലേ, നിങ്ങൾ രണ്ടാമത് പറഞ്ഞ നന്നായി, ഇല്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിച്ചേനെ. അതെ, എന്നും യുദ്ധമുണ്ടോ? എന്നും യുദ്ധമുണ്ടോന്ന് എന്നും യുദ്ധമല്ല. പിന്നെ ശനി ഞായറും അവധിയായിരിക്കും. അതിനാ അന്നൊരിച്ചിരി എല്ലും കപ്പയൊക്കെ ഇട്ട് ഇറച്ചിയൊക്കെ മേടിച്ച് തിന്നണ്ടേ. എന്നും കൊന്നും തിന്നും ജീവിതം മതിയോ? ഞങ്ങൾ പട്ടാളക്കാരെ അപ്പൊ യുദ്ധം ഇല്ലാത്തപ്പോ നിങ്ങൾ എന്നാ ചെയ്യും? യുദ്ധമില്ലാത്ത സമയത്ത് ഞങ്ങൾ കോട്ട വളയും. കോട്ട കളയുന്നു. ഈ യുദ്ധം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കോട്ട വളയുന്നത്? കോട്ട വളയുന്ന യുദ്ധ ശത്രുക്കളെ പിടിക്കാനല്ല. ഞങ്ങൾക്ക് ഈ മാസം ഒരു കോട്ട കിട്ടുമല്ലോ, അത് ഞങ്ങളിങ്ങനെ വളഞ്ഞിരുന്നേച്ച് അടിക്കൂന്നെങ്ങനെ. കൊള്ളാം കേട്ടത്. സാറേ, ഞാൻ എത്ര നോക്കിട്ട് എനിക്ക് അതാണ് പിടികിട്ടാത്തത്. എന്ത് സംശയം ഉണ്ടെങ്കിലും വേണ്ടി ചോദിച്ചോ, ഞാൻ വീർന്നിപ്പിച്ചോട്ടെ. അല്ല, ഇതിനകത്ത് എങ്ങനെ കയറുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇതിനകത്ത് എന്തിനാ കയറുന്നത്? ഒരു പട്ടാളക്കാരൻ ഞങ്ങളുടെ ചായക്കട വന്നിട്ട് പറഞ്ഞല്ലോ. ഈ ചായക്കട വന്നിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? തോക്കിനകത്ത് കയറി വെടിവെക്കല്ലേ. ഇതിനകത്ത് എങ്ങനെ വെടിവെക്കുന്നു? ഓരോ പട്ടാളക്കാരുടെ ചായക്കട കയറുന്ന എന്തെങ്കിലും പറയും. അത് ബ്രിഗേഡിയന്മാർക്ക് തലവേദനയായിട്ട് വരുമല്ലോ. ദൈവമേ, ഞങ്ങളെ പറ്റിക്കണ്ട. വന്നപ്പോ പറഞ്ഞ കേണലാണെന്നാണ്. ഇവിടെ ഞാൻ കേണലെന്നാണ് പറഞ്ഞത്. ഓരോ കേണന്മാരുടെ തലയിലാണല്ലോ ഈശ്വര ഇതൊക്കെ വന്നു കയറുന്നത്. ഞങ്ങളങ്ങനെ പറ്റിക്കൊന്നുമില്ല. അതെ, യുദ്ധത്തിനൊക്കെ പോയിട്ടുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ യുദ്ധത്തിന് പോയിട്ടുണ്ട്. ഞങ്ങൾ ഒരു ദിവസം ഞങ്ങളുടെ ടെന്റിന്റെ ഫ്രണ്ടിൽ നിന്നിങ്ങനെ തോരനരി വരുന്നു. തോക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കേണൽ വന്നിട്ട് ഒരുപാട് തോക്കെടുത്തുണ്ട്. അതിർത്തിയിൽ നിന്ന് വെടിയാന്ന് വെച്ച് അമ്പിളിച്ച് വെടിയുണ്ട തീർന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോ എന്നാ സംഭവം? അവിടെ അല്ലായിരുന്നു, ശത്രുക്കൾ വരുമല്ലായിരുന്നു. പുള്ളിക്ക് ഒറിജിനലായിട്ട് അറ്റാക്ക് വന്നിട്ട് പുള്ളി നിലത്ത് കിടന്ന് ഉരുളുവാ. പുള്ളിക്ക് അറ്റാക്ക് വന്നതായിട്ട് പുള്ളി പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കള്ളിമുളിച്ചെടി കടിച്ച് പിടിച്ചേക്കുക. കള്ളിമുളിച്ചെടിക്കകത്ത് വെള്ളമുണ്ട്, തൊണ്ട നയുമ്പോ അങ്ങനെ ആ പുള്ളി മരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു കേണൽ വന്നു. പുള്ളി ഇതുപോലെ വന്ന് അറ്റാക്ക് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇനി പുള്ളിക്ക് അറ്റാക്ക് വരരുതല്ലോ എന്ന് പറയാൻ വേണ്ടി ഈ പുള്ളിനെടുത്ത് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുവന്ന് നേഴ്സിനോട് പറഞ്ഞു, ഒരു കുപ്പി ബ്ലഡ് ഇപ്പൊ കൊണ്ടുവരാം. അപ്പൊ നേഴ്സ് ചോദിച്ചു എന്തിനാന്ന് വെച്ചാൽ ചുമ്മാ ഇരിക്കട്ടെ എന്ന്. എന്നിട്ട് ഞാൻ തിരിച്ചു വരുന്ന സംഭവം ഞങ്ങൾ ടെന്റും കൂടാരൊന്നും കാണാനില്ല. അതെന്താ പറ്റി? ശത്രുക്കൾ വന്ന് ചാമ്പലേക്ക് കൊല്ലല്ലേ. അല്ല സാർ, ഇപ്പൊ എന്താ ഇങ്ങോട്ട് വന്നേ? ഇപ്പൊ ഇങ്ങോട്ട് വന്ന കാരണം വെച്ചാല് ഞാൻ കാശ്മീരിലായിരുന്നല്ലോ. എന്റെ ഈ ഭയങ്കര എന്താ പണി കളിച്ചു ആവശ്യമില്ലാത്ത പട്ടാളക്കാരുടെ താരത്തിൽ കാശ്മീരിൽ ഞാൻ ഭയങ്കര തീവ്രമായിട്ടുള്ള ഒരുപാട് തീവ്രവാദികളെ കൊന്നിട്ടുണ്ടല്ലോ. ആ ധീരമായ യുവാവിന് അവിടുത്തെ ആൾക്കാര്, അവിടുത്തെ മലയാളി അസോസിയേഷൻ ഉണ്ടോ, ഒരു ട്രോഫി പൊത്തു പിടിക്കണമെന്ന് ആഗ്രഹമാണ്. ഇതിനും കാരണം താഴ്ത്തിട്ടുണ്ട്. എന്റെ പൊന്നു സാറേ, ഇത്രയും വലിയ സാധനം ഈ ആക്രിക്കട കൊണ്ട് കളയേണ്ട കാര്യമുണ്ടോ? ചെയ്യാൻ പറ്റുന്നാണല്ലോ, കളയാനാ. പിന്നെ നിങ്ങൾ വിൽക്കാൻ കൊണ്ടോ? മലയാളി അസോസിയേഷൻ ഈ പൊന്നു പോലെ തങ്ക പോലെ കളയാനാ, കളയാൻ വേണ്ടിയല്ല. ഞാൻ വിചാരിച്ചു ഇതിവിടെ വിൽക്കാൻ കൊണ്ടുവന്നാണ്. വിൽക്കാൻ കൊണ്ടല്ല, ഇതിന്റെ ഉണ്ടല്ലോ ഈ സൈഡിൽ നിന്ന് ഒരു ചില്ലും കഷ്ണം താഴ്പോയി. ചില്ലും കഷ്ണം താഴ്പോയി. ഈ ചില്ലും കഷ്ണം ഞാൻ ഇവിടെ എല്ലാ ആക്രിക്കടകളിലും നോക്കിയിട്ട് കിട്ടിയില്ല. ചില്ലും കഷ്ണം അല്ലാതെ ഇത് മുത്താണ്. ഇത് വേറെ മുത്താണെങ്കിൽ വിക്രമനാണെങ്കിലും സാധനം പോയിട്ടുണ്ട്. ഈ കടയിലൊക്കെ കിട്ടിയില്ല. ഒരു ടീം ടീമോ? കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. ഇതാണ് നമുക്ക് വെറുതെ പബ്ലിസിറ്റി തരികയാണ്. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്താണ്? ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ മുത്തിന്റെ ഏതെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. ആ മുത്ത കാണും, ഇവിടെ കാണും. ഇത് നിങ്ങളെല്ലാം തപ്പി നോക്കാൻ ഈ സംഭവം ഇവിടെ ഉണ്ട്. ഇതേപോലത്തെ ഒരുപാട്
സംഭവം ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? നോക്കാൻ മതി. ചിലപ്പോ മറിഞ്ഞു വീണ് പോയാലേ അങ്ങനെ വെച്ചു. മറിഞ്ഞിങ്ങനെ അടിച്ചു വീഴുമ്പോ ചില്ല് ചെറുതായി പോയി കഴിഞ്ഞാൽ സാറോട് നോക്കാം സാറേ. സാറാകുമ്പോ അത് കണ്ടാൽ അറിയാലോ. അതല്ലേ? ഇവിടെ ഇഷ്ടം പോലെ സാധനം ഉണ്ട്. ഇനി അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ വേറെ സാധനം കിടപ്പുണ്ട്. ഓ, തോക്ക് ചോണ്ടി മുത്തിറങ്ങി ഇത് ചിലപ്പോ അവനറിയായിരിക്കും. അവന് നല്ല എണ്ണേ ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് ഇരിക്കണേക്കാളും ഒറിജിനൽ സാധനമാണുള്ളത്. കറക്റ്റ് സാധനമാണ്. സൂര്യനെ ഓടി നടക്കുന്നു. ഞാൻ പറഞ്ഞില്ല ഇത് എവിടെയും കാണും. അതാ ഞാൻ പറഞ്ഞത്. നമുക്കത് ഇതിങ്ങനെ വെച്ചതിന്റെ ഷോ അങ്ങനെ വരാം. നല്ല കണ്ണ്. എന്റെ റെറ്റിനെ ഞാനിന്ന് പറിച്ചെടുക്കും. കരഞ്ഞത് ഗുഡ് ഐസ്. ഇതാര് ചെയ്തത്? നല്ല കണ്ണ്. നല്ല കണ്ണ്. പിന്നെ ഞാനേ ചാക്കിനകത്താക്കിയിട്ട് എന്ത് വേണേലും സാർ പറയുന്ന പോലെ ഞാൻ കേട്ടോ. ചാക്കിനകത്താക്കി നിന്നെ അതിർത്തി കിടത്തും. അയ്യോ എന്റെ പറയരുത്. ഇച്ചിരി താത്തവിടെ ഞാനെങ്ങനെ കയറും. ഇറങ്ങിപ്പോണം. എന്നെ അതിർത്തി കൊണ്ടുവരും സാർ. പ്ലീസ് സാർ, എന്നെ അതിർത്തി കൊണ്ടുപോകരുത്. അയ്യോ അയ്യോ എന്നെ വെറുതെ വിടണം. എടാ ഞാൻ ചെറിയ കാണിച്ചടാ സാറേ. ഇരിക്കില്ല സാറേ. സാറേ ഒന്നും ചെയ്യല്ലേ സാറേ. ഇവൻ എന്റെ റേഡിയോ നിന്നാൻ പോടാ. എന്നെ രക്ഷിക്കണേ. അയ്യോ എന്നെ അയ്യോ. ഞാനേ ഒരു വണ്ടി വിളിച്ചോണ്ട് വരാം. ഞാനും വരാം. വഴി പിന്നെ പോയോ? അയ്യോ രക്ഷിക്കണേ. എടാ നല്ല കണ്ണേ. എന്റെ പൊന്നേട്ടാ, ഇതാ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നല്ലേ, കൂടുതൽ ജോലി കുറഞ്ഞ കൂലി. ഒരു കാര്യം ചോദിച്ചു, നമുക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോ ഉണ്ടല്ലോ, ടെൻഷൻ കുറയ്ക്കാൻ വഴിയുണ്ട്. ടെൻഷൻ ഉണ്ടാകുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെൻഷൻ കുറയും. നമ്മുടെ ടെൻഷനൊക്കെ കുറഞ്ഞില്ലേ? അപ്പൊ ഒരു ചേട്ടൻ തല അറിഞ്ഞു വീണാലോ? എടാ, അപ്പൊ നമ്മൾ പോയി വല്ല കോമഡി ഷോ കണ്ടാൽ മതി. നിങ്ങൾക്ക് വല്ല കോമഡി ഉള്ള പരിപാടി, അപ്പൊ നമ്മുടെ ടെൻഷനൊക്കെ അപ്പോഴേ പോയിക്കോളൂ. എന്നാ നമുക്കൊരു കോമഡി ഷോ കണ്ടാലോ? അപ്പൊ ആരെയും തല അറിഞ്ഞു വീണേ കാണാം. എന്നാ